ഗുരുവായൂരിന്റെ പുഞ്ചിരി അമ്മായി തിരികെ എത്തി. എരിയുന്ന വയറിനും നീറുന്ന മനസ്സിനും ആശ്വാസം തേടിയാണ് 85ന്റെ നിറവിലും പാലക്കാട്ടുകാരി പുഞ്ചിരി അമ്മായി ഗുരുവായൂരിന്റെ സ്നേഹമണ്ണിലെത്തിയത്. ഒരു കൈയിൽ തൂക്കുപാത്രവും മറുകൈയിൽ കുഞ്ഞിക്കുടയും പുറത്തൊരു സ്കൂൾ ബാഗും തൂക്കി ക്ഷേത്രനഗരിയുടെ വീഥികളിലൂടെയുള്ള ആ നടത്തത്തിന് 6 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന പ്രകൃതമാണ് ഇവർക്ക് പുഞ്ചിരി അമ്മായി എന്ന പേര് സമ്മാനിച്ചത്. ഭർത്താവ് ചെറുപ്പത്തിലെ ക്യാൻസർ ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് കൈക്കുഞ്ഞടക്കം 4 മക്കളുമായാണ് ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തുന്നത്. തെരുവ് ജീവിതത്തിലൂടെ മക്കളെ വളർത്തി വലുതാക്കി. ഒട്ടേറെ യാതനകളിലൂടെയാണ് ഈ കാലം കടന്നുപോയതെന്ന് ഇവർ പറയുന്നു. 2 തവണ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ദീർഘനാൾ കിടപ്പിലായി. എങ്കിലും തളർന്നില്ല. കോവിഡിന് ശേഷം രണ്ടാമത്തെ മകൻ ഷെൽവനൊപ്പം പഴമ്പാലക്കോടുള്ള 5 സെന്റ് സ്ഥലത്തെ വീട്ടിലായിരുന്നു താമസം. 3 വർഷം മുൻപ് ഷെൽവൻ മരിച്ചതോടെ ഇവർ മാനസികമായി തളർന്നു. ഒറ്റപ്പെടലിന്റെ നോവറിയാതിരിക്കാൻ ഇവർ ആഴ്ചയിലൊരിക്കൽ ഗുരുവായൂരിലേക്ക് വണ്ടി കയറും. വീടുകൾ കയറിയിറങ്ങി സുഖവിവരങ്ങൾ അന്വേഷിക്കും. എനിക്ക് അവിടെ ചാകാൻ പറ്റില്ലല്ലോ. പണ്ടത് ഉടുക്കാൻ വേണം, കഴിക്കാൻ വേണം, കാശ് വേണം, മരുന്ന് വേണം, എണ്ണ സോപ്പിനൊക്കെ ഞാൻ എവിടെ പോകും? അപ്പൊ ഞാൻ വീണ്ടും വന്നെന്ന് സാറിന് പറയും. ഞാൻ ഇന്നുണ്ടാകും നാളെ പോകും, പിന്നെ പോയിട്ട് കുറെ ദിവസം കഴിഞ്ഞത്. അതെട്ടോ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെറുതെ മരിക്കും. പെൻഷനും ഇല്ല. പെൻഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. പെൻഷനും ഇല്ലല്ലോ. പിന്നെ അവിടെ നിന്ന് അരി അടങ്ങാരി അരി ചോദിക്കും. അതിന് 2 ചപ്പല വിറക് ഒരു അരി കഞ്ഞി വെച്ച് കുടിക്കും. അങ്ങനെ ഇപ്പൊ കഴിയില്ല ഞാൻ. പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ ഇല്ലാത്തതിനാൽ മരുന്നിനും യാത്രാ ചിലവിനുള്ള പണവും സ്നേഹമനസ്സുകൾ നൽകും. കാണുന്നവരുടെ മുഖത്തും മനസ്സിലും പുഞ്ചിരി വിരിയിക്കുന്ന പുഞ്ചിരി അമ്മായി എന്നും ഗുരുവായൂരിന് പ്രിയങ്കരിയാണ്. TCV ന്യൂസ്, ഗുരുവായൂർ.